മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 34-ാം സങ്കീർത്തനം 22-ാം തിരുവചനം. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് പങ്കുവെക്കുകയാണ്. പല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായി കർത്താവ് തൻ്റെ വിശ്വസ്തനായ ദാവീദിനെ സംരക്ഷിച്ചു. ഈ അനുഭവം ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. ഇത് ദാവീദിന്റെ മാത്രം ഒരു അനുഭവമല്ല. നമുക്കെല്ലാം 100 അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ പങ്കുവെക്കാനുണ്ട്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ അത്ഭുതകരമായി കർത്താവ് സൂക്ഷിച്ചു. ഇതിനെല്ലാം ഓർത്ത് നന്ദി പറയുവാനുള്ള അവസരമാണിത്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും മഹത്വത്തിൻ സാന്നിധ്യമായി നമ്മുടെ മധ്യയെ കർത്താവ് ഇറങ്ങി വരുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കുന്നവനായ കർത്താവേ, അനുദിനം ഞങ്ങളെ സൂക്ഷിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവിന്റെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണുന്നതല്ല വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കുന്നത് കാണുവാൻ കഴിയണം. കാഴ്ചപ്പാടിന്റെ മണ്ഡലത്തിൽ നിന്ന് വെളിപാടിന്റെ മണ്ഡലത്തിലേക്ക് ദൈവജനം ഉയർത്തപ്പെടണം. ഈ ഒരു അഭിഷേകത്തിനായി ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുന്നു. ഇന്നും ജീവിക്കുന്നവനായ, നമ്മെ അനുഗ്രഹിക്കുന്നവനായ, നമ്മെ സുഖപ്പെടുത്തുന്നവനായ കർത്താവിന് നാമം വിളിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹൃദയം തുറന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക് കരം നീട്ടി അതിനെ വിഭജിക്കണമേ. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. കർത്താവിന്റെ കൂടെയുണ്ട്. കൂടെയുള്ള ദൈവ സാന്നിധ്യം അനുഭവിച്ച് അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. യേശുവേ,
ഞങ്ങളത് വിശ്വസിക്കുന്നു, ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എപ്പോഴും കർത്താവ് കൂടെയുണ്ട്. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ ഹല്ലേലൂയ. കൂടെ വരുവാൻ യേശുവുണ്ട്, കൂടെ വരുവാൻ യേശുവുണ്ട്, കൂടെ വരുവാൻ യേശുവുണ്ട്, കൂടെ വരുവാൻ. എല്ലാവരും അഭിഷേകത്തോടെ കൂടെ വരുവാൻ യേശുവുണ്ട്, കൂടെ വരുവാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യ അധിവസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരമുയർത്തി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിലേക്ക്, വേദനകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, തകർച്ചകളിലേക്ക് ഞങ്ങളുടെ സാന്നിധ്യം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ, നാരകീയ സ്വാധീനങ്ങള് കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവേ പ്രവർത്തിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം രോഗികളിലേക്ക് പകരണമേ, ഒരു അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് പകരണമേ, അവർ ആത്മാവിൽ ഫലപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം സഭാ സമൂഹങ്ങളിലേക്ക് പകരണമേ, ആത്മാവിൽ അതെല്ലാം കത്തിജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ. പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്ന്, പിശാചിന്റെ എല്ലാ തിരിച്ചടികളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും സമസ്ത മേഖലകളെയും കർത്താവേ അവിടുത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഒളിപ്പിക്കുന്നതിനായി, അങ്ങയുടെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയുന്നതിനായി, അങ്ങയുടെ വചനത്തിന്റെ തണലിൽ ഞങ്ങളെ നിർത്തുന്ന കൃപയ്ക്കായി, അങ്ങയുടെ ആത്മാവിനാൽ നിരന്തരം ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹത്തിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇത്രത്തോളം കരം പിടിച്ച് നയിച്ച കർത്താവേ നന്ദി. ഇന്നോളം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കർത്താവേ നന്ദി. ഞങ്ങൾ കൂടെ വസിക്കുന്നവനായ കർത്താവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളേവരും കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മുടെ പരിച, കർത്താവ് നമ്മുടെ പരിച. നമ്മുടെ കർത്താവിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അവൻ തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് അനേകം മനുഷ്യരെ പല വിധത്തിലും ഭയചകിതരാണ്. ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയാത്ത പലരെയും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എപ്പോഴും എന്തിനെക്കുറിച്ചുള്ള ഒരു ഭയം, ഒരു ആവലാതി. ഞങ്ങൾ സുരക്ഷിതരല്ല, ഞങ്ങൾ സുരക്ഷിതരല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞങ്ങൾക്ക് പെട്ടെന്ന് നാശമുണ്ടാകും, അപകടമുണ്ടാകും, ഞങ്ങൾ ആക്രമിക്കപ്പെടും എന്നൊക്കെ ഓർത്ത് വേദനിക്കുന്ന അനേകം ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം. അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായി. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ച ചില നൊമ്പരങ്ങളുടെയും
വേദനയുടെ മധ്യേ ഈ വചനം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാം, ഭയപ്പെടേണ്ട, പേര് ചൊല്ലി വിളിക്കുകയാണ്. നമ്മുടെ പേരുകളെല്ലാം കർത്താവിൻ്റെ ഉള്ളം കയ്യിലുണ്ട്. പേര് ചൊല്ലി വിളിച്ച് കർത്താവ് പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇത്തരത്തിൽ അബ്രഹാമിനോട് സംസാരിച്ചത്? പലപ്പോഴും നമ്മൾ നേരിടുന്ന ചില സാഹചര്യങ്ങളുള്ള ബന്ധത്തിലാണ് ദൈവം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. അബ്രഹാമേ, ഞാൻ നിനക്ക് പരിചയമാണെന്ന് ദൈവം പറയുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സമയം അബ്രഹാം വളരെ അസ്വസ്ഥനാണ്, ദുഃഖിതനും ഭയചകിതനുമാണ്. തൻ്റെ പ്രിയപ്പെട്ട ദാസന്റെ ഹൃദയനൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവ്, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ദൈവമാണ് നമ്മുടെ യേശു. അബ്രഹാമിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഒന്നിനെ കുറിച്ചും അസ്വസ്ഥനാകേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ്, ഞാൻ നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നവനാണ്. ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിന്നെ കവർ ചെയ്ത്, ഞാനാണ് നിന്നെ പൊതിഞ്ഞ് 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 നിനക്ക് ചുറ്റും നിൽക്കുന്നത്. കർത്താവിനെ വെട്ടിമുറിച്ച് താഴെ ഇട്ടിട്ട് വേണം അബ്രഹാമിനെ ഒന്ന് തൊടാൻ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, കർത്താവിനെ വെട്ടി വീഴ്ത്താൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ആയതിനാൽ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ നിനക്ക് മറയാണ്, ഞാൻ നിന്നെ പൊതിഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ ഈ വാക്കുകൾ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ രാജാക്കന്മാർ പരസ്പരം ഗ്രൂപ്പുകളായി ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പിൽ 4 രാജാക്കന്മാരെ, മറു ഗ്രൂപ്പിൽ 5 രാജാക്കന്മാരെ. 5 രാജാക്കന്മാർക്കെതിരെ 4 രാജാക്കന്മാരെ അണിനിരക്കുകയാണ്. ഉഗ്രയുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ 5 രാജാക്കന്മാർക്കെതിരെ 4 രാജാക്കന്മാരെ വിജയം നേടുകയാണ്. സോദോമിന്റെ രാജാവ്, ഗോമോരയുടെ രാജാവ്, ഇങ്ങനെ മറ്റു പല രാജ്യങ്ങളുടെ രാജാക്കന്മാർ തമ്മിലാണ് യുദ്ധം. ഈ 4 രാജാക്കന്മാർ അത്ഭുതകരമായ വിജയം നേടി. അവർ വിജയം നേടിയപ്പോൾ അനേകം വസ്തുവകൾ കൊള്ളയടിക്കുകയാണ്. 5 രാജ്യങ്ങളിലുള്ള അനേകം വസ്തുവകൾ ഈ രാജാക്കന്മാർ കൊള്ളയടിക്കും. 14-ാം അധ്യായം 12-ാം വചനത്തിൽ വചനം പറയുന്നു, ഈ കൂട്ടത്തിൽ അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്തും അവന്റെ സകല സ്വത്തുക്കളെയും അവർ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. 13 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ രക്ഷപ്പെട്ട ഒരു ഹെബ്രായൻ വന്ന് അബ്രഹാമിനോട് പറയും, അങ്ങയുടെ സഹോദര പുത്രനായ ലോത്തിനെയും അവന്റെ കുടുംബത്തെയും വസ്തുവകളെയെല്ലാം രാജാക്കന്മാരെ കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ ഭവനത്തിൽ പയറ്റി തെളിഞ്ഞ യുദ്ധവീരന്മാരായ 318ഓളം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അബ്രഹാം അവരെ ദാൻ വരെ പിന്തുടർന്നു, പല ഗണങ്ങളായി തിരിച്ചു. നിങ്ങൾ ചിന്തിക്കണം, അവർ വലിയ രാജാക്കന്മാരാണ്. ഈ രാജാക്കന്മാർക്കെതിരെ വെറും 318 യോദ്ധാക്കളുമായി അബ്രഹാം യുദ്ധത്തിന് പോവുകയാണ്. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന്റെ കൃപയിൽ മാത്രം ശരണപ്പെട്ട് അബ്രഹാം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ആ 4 രാജാക്കന്മാരെ അബ്രഹാം തോൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ വിജയം കർത്താവ് അബ്രഹാമിനെ സമ്മാനിച്ചു. ലോത്തിനെയും അവന്റെ വസ്തുവകളെല്ലാം അബ്രഹാം വീണ്ടെടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ വിജയിച്ചു വന്ന അബ്രഹാമിനെ സ്വീകരിക്കാൻ സാലേം രാജാവായി മെൽക്കിസദേക്ക് മുന്നോട്ട് വരികയാണ്. ആ തിരുവചന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇവർ ഈസ്റ്റേൺ കിങ്സ് ആണ്, കിഴക്കിൻ്റെ രാജാക്കന്മാരാണ്. ഇവരുടെ പ്രത്യേകത, ഇവർ വളരെ വാശിയും വീറുമുള്ളവരാണ്. അബ്രഹാം തങ്ങളെ തോൽപ്പിച്ചതിൽ
ഈ രാജാക്കന്മാർക്ക് വലിയ വേദനയുണ്ടായിരുന്നു. അവർ തക്കം പാർത്തിരിക്കുകയാണ് അബ്രഹാമിനെ നശിപ്പിക്കുവാൻ, അബ്രഹാമിനെ തകർക്കുവാൻ. ഈ വിവരം നന്നായിട്ട് അബ്രഹാമിന് അറിയാം. കാരണം ഈസ്റ്റേൺ കിങ്സിന്റെ സ്വഭാവം വ്യക്തമായിട്ട് അബ്രഹാമിന് അറിയാമായിരുന്നു. സ്വാഭാവികമായും അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഒരു അരക്ഷിതാവസ്ഥ. ഞാൻ സുരക്ഷിതനല്ല, ഞാൻ ആക്രമിക്കപ്പെടുമോ, ഞാൻ ആക്രമിക്കപ്പെടുമോ, ഞാൻ ആക്രമിക്കപ്പെടുമോ, അവരെൻ്റെ ജീവനെ നശിപ്പിക്കുമോ, അവരെന്നെ കൊല്ലുമോ, എന്നെയും എൻ്റെ കുടുംബത്തെയും അവർ വകവരുത്തുമോ. ഈ ഒരു ഭയം, ഈ ഒരു ഭീതി അബ്രഹാമിൽ ഇങ്ങനെ പടരാൻ തുടങ്ങി. തൻ്റെ വിശ്വസ്തദാസനായ അബ്രഹാമിൻ്റെ ഹൃദയവികാര വിചാരങ്ങളെ കർത്താവ് മനസ്സിലാക്കുകയാണ്. ഇവിടെ നമുക്കൊരു ദൂത് കിടപ്പുണ്ട്. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ മനസ്സിൻ്റെ ഓരോ നൊമ്പരങ്ങളെയും വേദനകളെയും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ കാണാതെ പോകുന്നവനല്ല അവിടുന്ന്. അവനെല്ലാം അറിയുന്നവനാണ്. അബ്രഹാമിൻ്റെ ഈ ചിന്തകളെ മനസ്സിലാക്കിയ കർത്താവ് രാത്രിയിൽ അബ്രഹാമിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, നീ ആരെയും പേടിക്കണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. പരിചയം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ പരിചയക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ചുമ്മാ ഒരു വളയത്തിലുള്ളൊരു ആയുധം മാത്രമല്ല. അതിങ്ങനെ ഈ കഴുത്ത് മുതൽ താഴോട്ട് വരെ അതിങ്ങനെ മറച്ചു നിൽക്കുന്ന ഒരു വലിയ ആയുധമാണ്. വളരെ ഡിഫെൻഡിങ് ആയിട്ടുള്ള, ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള വളരെ പവർഫുള്ളായ ഒരു ആയുധമായിരുന്നു ആ കാലഘട്ടത്തിലെ പരിച. അപ്പം അബ്രഹാമിന് ദൈവം ഇത് പറഞ്ഞപ്പോൾ നന്നായി ഈ ഭാഷ മനസ്സിലായി. ഞാൻ നിനക്ക് പരിചയമാണെന്ന് പറയുമ്പോൾ, അബ്രഹാമേ, ഞാൻ നിന്നെ മറഞ്ഞു നിൽക്കുകയാണ്, നീ എൻ്റെ മറവിലാണ്, നീ എൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ്, ഞാനാണ് നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നത്, ഒരു ശത്രുവിന് നിന്നെ തൊടാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ധൈര്യശാലിയായിട്ട് മാറി. പ്രിയ സഹോദര സഹോദരി, നമുക്കും ഇതിനുള്ള ബന്ധത്തിൽ 100 അനുഭവങ്ങൾ പറയാനുണ്ട്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മളെ സംരക്ഷിച്ചത്. നമ്മൾ ഓടിച്ച കാറ്, നമ്മൾ ഓടിച്ചിരുന്ന ബൈക്ക് പലപ്പോഴും അത് അപകടത്തിൽപ്പെട്ടു, കാറ് തകർന്നു പോയി. പക്ഷെ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി കർത്താവ് സംരക്ഷിച്ച പലരും യേശുത്തോഷിൽ പങ്കെടുക്കുന്നുണ്ട്. എത്ര പേരാ അല്ലേ? ഇത് നമ്മുടെ അനുഭവമല്ലേ, നമ്മുടെ അനുഭവമല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത സംരക്ഷണത്തിൻ്റെ പ്രവൃത്തി നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാനൊരു കാർ ഓടിച്ച് എൻ്റെ ഒരു ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചും കർത്താവ് നാമം വിളിച്ച് ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ചാണ് കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ കാറിനൊരു ഒരു ഒലച്ചിൽ, അതിൻ്റെ ആ യാത്രയ്ക്ക് എന്തോ ഒരു ഒലച്ചിൽ വരുന്നു. കാർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ചെയ്യുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കിലോമീറ്ററുകളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ എൻ്റെ ബന്ധുവീട്ടിലെത്തി. അവർ താമസിക്കുന്ന വീടിൻ്റെ ആ മുകൾ ഭാഗം ഒരു കുടുംബത്തിനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, റെൻറ്റിന് കൊടുത്തിരിക്കുക. അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു ചേട്ടായിയാണ് കുടുംബമായിട്ട് താമസിക്കുന്നത്. ഞാൻ കാറ് എൻ്റെ ബന്ധുവീട്ടിൽ അവിടെ നിർത്തി. ഞാൻ ആ വീട്ടിലോട്ട് കയറി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വർക്ക്ഷോപ്പ് നടത്തുന്ന ചേട്ടായി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എന്തോ ഒരു കാറിൻ്റെ ഒലച്ചിൽ പോലെ എനിക്ക് തോന്നി. ചേട്ടായി വന്നിട്ട് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് അദ്ദേഹം കാറൊന്ന് നോക്കി. ആദ്യം അദ്ദേഹം ആ കാറിൻ്റെ വീലുകളാണ് പരിശോധിച്ചത്. വീലുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഈ വീലുകൾ ഇങ്ങനെ ബലത്തിൽ നിർത്തിയിരിക്കുന്ന ആ വീലിൻ്റെ ബോൾട്ടുകൾ അതെല്ലാം ലൂസായിട്ടിരിക്കുകയാണ്. ഒരു ചക്രത്തിൻ്റെ മാത്രമല്ല, 4 ചക്രങ്ങളുടെയും വീൽ ബോൾട്ടുകൾ പൂർണ്ണമായിട്ട് ലൂസായിട്ടിരിക്കുക. കൈകൊണ്ട് അദ്ദേഹത്തിന് ഊരിയെടുത്തു. അദ്ദേഹം അത്ഭുതത്തോടെ തന്നെ ചോദിച്ചു, ബ്രദറെ, എങ്ങനെ ഇവിടം വരെ എത്തിയത്? ഇത് വലിയ മിറാക്കിളാണല്ലോ. ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഏതെങ്കിലും 1-2 വീലിൻ്റെ ഒക്കെ ചിലപ്പോൾ വീൽ ബോൾട്ടുകൾ അല്പം ലൂസായി എന്ന് വരാം. എന്നാൽ 4 വീലുകളും ഒരുപോലെ അതിന് ബോൾട്ടുകൾ ലൂസാവുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ്. എങ്ങനെയാ ബ്രദർ ഈ കാറുമായിട്ട് ഇവിടെ എത്തിയത്? അദ്ദേഹം അത്ഭുതത്തോടെ എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു, കർത്താവ് പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സംരക്ഷണമാണ്. പിശാച്
വളരെ തന്ത്രപരമായി അപകടത്തിൽപ്പെടുത്തി ആ കെണിയിൽപ്പെടുത്തിയിട്ട് നശിപ്പിക്കുവാനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതകരമായി പരിചയായി ജീവനെ സംരക്ഷിക്കുകയായിരുന്നു. അന്ന് കർത്താവ് സൂക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാനത് കണ്ട് അപ്പോഴേ എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായത്. 4 വീലുകൾ അദ്ദേഹം ഊരിയെടുത്തു. ആ 4 വീലുകളും കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഊരിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ കരം അവിടെ താങ്ങുകയാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ പിശാചൊരുക്കിയ കെണിയിൽ നിന്ന്, വേടന്റെ വലയിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിക്കുകയാണ്. ഈ വചനം അത്രയും പവർഫുള്ളാ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദ് പറയാണ് 3-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ, കർത്താവ് എൻ്റെ പരിചയാണ്, എൻ്റെ മഹത്വവും. ശത്രുക്കൾ ദാവീദിന്റെ ജീവന് വേണ്ടി, അവനെ കൊല്ലുവാൻ വേണ്ടി, അവൻ ആക്രമിക്കുവാൻ അവനടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അദ്ദേഹം പാടി, കർത്താവാണ് എൻ്റെ പരിച, എൻ്റെ മഹത്വവും എൻ്റെ കർത്താവ് തന്നെയാണ്. ഇതൊക്കെ ദാവീദ് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മോട് പങ്കുവെക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം. ദാവീദ് സീഫ മരുഭൂമിയിലെ കുന്നുകളിൽ, ഒളി സങ്കേതങ്ങളിൽ അവൻ താമസിക്കുകയാണ്, ഒളിച്ച് താമസിക്കുകയാണ്. സാവൂൾ നിരന്തരം ദാവീദിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ദാവീദിനെ സാവൂളിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല. ഈ വചനത്തിൽ നമുക്കൊരു ദൂത് കിടപ്പുണ്ട്. കർത്താവ് അനുവദിക്കാതെ ആർക്കും നമ്മെ തൊടാൻ സാധിക്കില്ല. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും നമ്മെ തകർക്കുവാൻ സാധിക്കില്ല. സാവൂളിൻ്റെ കരങ്ങളിൽ ദൈവം ദാവീദിനെ ഏൽപ്പിച്ചില്ല. നമ്മുടെ ഹൃദയത്തോട്ട് കയറേണ്ട തിരുവാക്യമാണ് ഇത്. അഭിഷേകമായി നിങ്ങൾ സ്വീകരിക്കണം. ദാവീദ് ഇങ്ങനെ വിഷമിച്ചിരിക്കും. ഈ സമയത്ത് സീഫുകാർ അവരൊരു കാര്യം ചെയ്തു. ഗിബെയോനിൽ വന്ന് സാവൂളിനോട് പറഞ്ഞു, അങ്ങ് അന്വേഷിക്കുന്ന ദാവീദ് അവൻ ഹക്കീല കുന്നുകളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ അവനെ കണ്ടുപിടിച്ച് അങ്ങേക്ക് വിവരം അറിയിക്കാം. സൗൾ പറയും, നിങ്ങൾക്കെങ്കിലും എന്നോട് ദയ തോന്നിയല്ലോ, അവൻ വളരെ തന്ത്രശാലിയാണ്, നിങ്ങൾ രഹസ്യമായി അവൻ്റെ നീക്കങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞ് സൗൾ സീഫുകാരെ ദാവീദിന്റെ അടിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ മാത്രം ദാവീദ് ആശ്രയിക്കുക. ഒരു വേട്ടപ്പട്ടിയെ പോലെ ദാവീദിനെ വകവരുത്തുവാൻ, ദാവീദിനെ കൊല്ലുവാൻ സൗൾ ഇങ്ങനെ പറക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാവീദും അവൻ്റെ കൂട്ടാളികളും മാവോൻ മരുഭൂമിയിലായിരുന്നു. ദാവീദ് അവിടെയുണ്ടെന്ന് അറിഞ്ഞ് സാവൂളും അവൻ്റെ പട്ടാളക്കാരും ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി അതിവേഗം ഓടിക്കൊണ്ടുവരികയാണ്. ദാവീദ് മാവോൻ മരുഭൂമിയിൽ ആ പാറക്കെട്ടിൽ അഭയം തേടി. ആ പാറക്കെട്ടിലൂടെ അവനിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് കയറി പോവുകയാണ്. ഈ സമയത്ത് ദാവീദിനെ വകവരുത്തുവാൻ സാവൂളും അവൻ്റെ പട്ടാളക്കാരും ഈ പാറയുടെ മറുവശത്തോടുകൂടി അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്, സാവൂളും അവൻ്റെ പടയാളികളും ദാവീദിനോട് അടുത്തുകൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ദാവീദ് പിടിക്കപ്പെടും. അങ്ങനൊരു അവസ്ഥയായി. ഈ സമയത്ത് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് ഏറ്റുപാടി, കർത്താവേ നീയാണ് എൻ്റെ പരിച, കർത്താവേ നീയാണ് എൻ്റെ മഹത്വം. ദാവീദ് പറഞ്ഞു, 10,000 എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല, കാരണം എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ വചനങ്ങളെല്ലാം ആത്മനിറവോടെ ദാവീദ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കൃപയിൽ അങ്ങ് ആശ്രയിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവ് അനുവദിക്കാതെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് ദൈവം ഇറങ്ങി വന്ന് ദാവീദിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാണ്. ദാവീദ് ഏതാണ്ട് പിടിക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ തൊട്ടടുത്തെത്തി സാവൂള്. ഒരു പട്ടാളക്കാരൻ ഓടി വന്നിട്ട് പറയും, അല്ലയോ രാജാവേ, ഫിലിസ്ത്യരെ നമ്മുടെ രാജ്യത്ത് ആക്രമിക്കാൻ വരുന്നു,
അങ്ങ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമെന്ന് ആ പടയാളി അറിയിച്ചപ്പോൾ ദാവീദിനെ പിടിക്കുവാനുള്ള തൻ്റെ ഉദ്യമം വിട്ടുകളഞ്ഞ് സൗള് ഫിലിസ്ത്യരെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അത്ഭുതകരമായി മാവോൻ മരുഭൂമിയിലെ ആ പാറക്കെട്ടിൽ കർത്താവ് തൻ്റെ വിശ്വസ്തദാസനായ ദാവീദിനെ സംരക്ഷിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, ഞാൻ നിനക്ക് പരിചയമാണ്. ഈ വചന അഭിഷേകമായി ദാവീദിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ദാവീദ് തൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കും. ആ പാറയ്ക്ക് അവന് പേരിടും രക്ഷപ്പെടലിൻ്റെ പാറ. രക്ഷപ്പെടലിൻ്റെ പാറ, കർത്താവിനെ രക്ഷിച്ച പാറ, കർത്താവിനെ സംരക്ഷിച്ച പാറ, കർത്താവിനെ തൻ്റെ ഉള്ളം കൈയിൽ സൂക്ഷിച്ച പാറ. ഇത് രക്ഷപ്പെടലിൻ്റെ പാറയാണ്. മാവോൻ മരുഭൂമിയിലെ ആ പാറയ്ക്ക് അവനിട്ട പേര് രക്ഷപ്പെടലിൻ്റെ പാറ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചു. ദാവീദിനെ പോലെ നമുക്കും പറയാൻ പറ്റണം, കർത്താവ് എൻ്റെ പാറയാണ്, അവൻ എന്നെ രക്ഷിച്ച പാറയാണ്, അവൻ എൻ്റെ പരിചയമാണ്, അവൻ എൻ്റെ മഹത്വമാണ്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ ഈ വചനം തരുന്ന ഉറപ്പിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നിഷ്കളങ്ക ഹൃദയത്തോടെ, ജീവിത വിശുദ്ധിയോടെ, പരിപൂർണമായ വിശ്വസ്തയോടെ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിച്ച തക്ക സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തൻ്റെ കരുതല്, തൻ്റെ പരിപാലന, തൻ്റെ സ്നേഹം പ്രകടമാക്കുന്നവനാണ് നമ്മുടെ ഈശോ. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഒരു സമർപ്പണത്തിനായിട്ട് നമുക്കൊരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാടും മഹത്വപൂർണനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനുമായി കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് നമ്മുടെ പരിച, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇത് നന്ദി പറയാനുള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ജനത്തിന്റെ മേൽ ഞങ്ങളുടെ സാന്നിധ്യം പകരണമേ. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത മാനസാന്തരം ഉണ്ടാകട്ടെ. പിശാചിന്റെ കെണികള്, ചതികള്, വഞ്ചനകള്, സ്വാധീനങ്ങള്, വശീകരണങ്ങള് ദൈവ സാന്നിധ്യത്തിന് അഗ്നിയാൽ കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ, സകല മനുഷ്യരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, തിരുച്ചോരയാൽ കഴുകപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം സ്വർഗം പകരുന്ന സകല കൃപകളും സ്വീകരിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ വിളിച്ചതിനായി, ഈ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി, ഞങ്ങൾക്ക് നൽകിയ സൗഖ്യത്തിനായി, നന്മകൾക്കായി, ഇന്നോളം ഞങ്ങളെ സംരക്ഷിച്ചതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ എന്നുള്ള ഒരു വചന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും സന്തോഷത്തോടെ കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,
സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.